കൺസ്ട്രക്ഷൻ മേഖലത്തെ ടോപ്പ് ജോബ് ടൈറ്റിൽസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ രണ്ടാമത് വരുന്നതാണ് സൈറ്റ് എഞ്ചിനീയർ. സൈറ്റ് എഞ്ചിനീയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊജക്റ്റിലെ ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് ചെയ്യുന്നതും അതിനു വേണ്ടിയിട്ട് ബാക്കിയുള്ള എംപ്ലോയീസിനെ പുഷ് ചെയ്യുന്ന ആളാണ് സൈറ്റ് എഞ്ചിനീയർ എന്ന് പറയുന്നത്. സൈറ്റിലുള്ള എല്ലാ ആക്ടിവിറ്റീസും പറഞ്ഞ ടൈം ലൈനില് സൈറ്റിലുള്ള മെമ്പേഴ്സിനെയും ബാക്കിയുള്ള എല്ലാ വർക്കേഴ്സിനും കൂടി ഒരുമിച്ച് കൂട്ടിയിട്ട് എത്രയും പെട്ടെന്ന് ചെയ്തു തീർക്കാം, അധികം ഡിലേ ആകാണ്ട്. അതുപോലെ തന്നെ മെയിൻ ആയിട്ടുള്ള കാര്യമാണ് സൈറ്റിലെ ടോട്ടൽ സേഫ്റ്റി, പിന്നെ ടോട്ടൽ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ സൈറ്റിലെ ഓരോ ആക്ടിവിറ്റീസും ഓരോ വർക്കുകളും കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അത് പറഞ്ഞ ക്വാളിറ്റിയിൽ കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ എല്ലാ ആക്ടിവിറ്റീസും പ്രോപ്പറായിട്ട് ഡോക്യുമെന്റേഷൻ ചെയ്യണം. ഇതിന്റെ കൂടെ തന്നെ ചെറുതായിട്ട് ഒരു ഓഫീസ് ഡ്യൂട്ടിയും കൂടെ ആർക്കുണ്ടായിരിക്കും, സൈറ്റ് എഞ്ചിനീയർക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ സൈറ്റിലെ ടീമും അതുപോലെ തന്നെ സൈറ്റിന് പുറത്തുള്ള ടീമുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനും ഇതൊക്കെ നടക്കുന്നത് സൈറ്റ് എഞ്ചിനീയറുടെ കൂടെയായിരിക്കും. പിന്നെ സൈറ്റിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാനേജറിന് മുന്നിൽ എത്തിക്കുന്നത് ആരായിരിക്കും? സൈറ്റ് എഞ്ചിനീയർ ആയിരിക്കും. സൈറ്റ് എഞ്ചിനീയർക്ക് രണ്ട് സൈഡിലും ഡ്യൂട്ടി ഉണ്ടായിരിക്കും, ഓഫീസിലുണ്ടായിരിക്കും അതുപോലെ തന്നെ സൈറ്റിലുണ്ടായിരിക്കും. അപ്പൊ രണ്ട് സ്ഥലത്തും ലിങ്ക് പോലെ പ്രവർത്തിക്കുന്ന ആളാണ് സൈറ്റ് എഞ്ചിനീയർ. സൈറ്റ് എഞ്ചിനീയർ അറിയാണ്ട് സൈറ്റിലെ വലിയ പരിപാടികളൊന്നും നടക്കില്ല. സൈറ്റ് എഞ്ചിനീയർ ആവാൻ വേണ്ടിയിട്ട് ഒരു എഞ്ചിനീയറിംഗ് ഡിഗ്രിയോ അല്ലെങ്കിൽ ഡിപ്ലോമയുടെ ആവശ്യമുള്ളൂ. പിന്നെ മെയിൻ ആയിട്ട് സാലറി എന്ന് പറയുമ്പോൾ UAE-ലാണെങ്കിൽ വെച്ചാൽ ഒരു 3000 ദിർഹംസോ 2000 ദിർഹംസോ സ്റ്റാർട്ടിങ് സാലറി കിട്ടും. UK-ലാണെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ 2000 പൗണ്ട് സ്റ്റാർട്ടിങ് ഉണ്ടായിരിക്കും. അപ്പൊ സൈറ്റ് എഞ്ചിനീയർ നമ്മൾ വിചാരിച്ച പോലെ ചില്ലറക്കാരനല്ല.